ഹായ് സുഹൃത്തുക്കളെ, മലബാർ സഫാരിയുടെ പുതിയൊരു അധ്യായത്തിലേക്ക് എല്ലാ കൂട്ടുകാർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. നമ്മളിന്ന് വന്നിട്ടുള്ളത് മലപ്പുറം ജില്ലയിലെ വെള്ളുവമ്പ്രം എന്ന സ്ഥലത്തേക്കാണ്. ഇവിടെ എന്താണെന്നല്ലേ, ഇവിടെ നമ്മളൊരു ഗുഹയുടെ വിശേഷങ്ങളിലേക്കാണ് നമ്മളിന്ന് മലബാർ സഫാരി നിങ്ങളെ കൂട്ടിക്കൊണ്ടു പോകുന്നത്. ഈ കാണുന്നതാണ് ആ ഗുഹ. വെള്ളുവമ്പ്രത്തുള്ള അച്ചാടൻ ഗുഹയുടെ വിശേഷങ്ങളിലേക്കാണ് മലബാർ സഫാരി ഇന്ന് നിങ്ങളെ കൂട്ടിക്കൊണ്ടു പോകുന്നത്. വെള്ളുവമ്പ്രത്തുള്ള അച്ചാടൻ ഗുഹയിലാണ്. അച്ചാടൻ കേവ് എന്നാണ് ഇതിനെ അറിയപ്പെടുന്നത്. പുരാതന കാലത്ത് പൂക്കോട്ടൂർ യുദ്ധങ്ങളിലൊക്കെ പോരാളികൾ ബ്രിട്ടീഷ് സൈന്യത്തിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി ഒളിച്ചു താമസിച്ചിരുന്ന ഒരു ഗുഹയാണ് ഇതെന്ന് പറയപ്പെടുന്നുണ്ട്. ഈ ഒരു ഗുഹയുടെ വിശേഷങ്ങളിലേക്കാണ് നമ്മളിന്ന് നിങ്ങളെ കൂട്ടിക്കൊണ്ടു പോകുന്നത്. നമ്മുടെ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. നമ്മുടെ വീഡിയോ കാണുന്ന ഭൂരിഭാഗം പേരും നമ്മുടെ വീഡിയോ ലൈക്ക് ചെയ്യാതെയും സബ്സ്ക്രൈബ് ചെയ്യാതെയുമാണ് കാണുന്നത്. നിങ്ങൾ തരുന്ന ഓരോ വലിയ അഭിപ്രായങ്ങളും സബ്സ്ക്രൈബും ഒക്കെയാണ് നമുക്ക് ഇതുപോലുള്ള കൂടുതൽ വീഡിയോസും ചെയ്യാനുള്ള പ്രചോദനം. അങ്ങനെ അവസാനം നമ്മൾ ഏകദേശം ഗുഹേൻ്റെ അടുത്ത് എത്തി വന്നിട്ട് ഒരുപാട് കറങ്ങി. നമ്മൾ എങ്ങനെയാണ് ഒരുപാട് കറങ്ങി നമ്മളൊരു സ്ഥലം കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് ഇത്രയും റിസ്ക് എടുത്ത് നമ്മൾ വരേണ്ടത് ഇതിൻ്റെ ഒരു വ്യൂ നിങ്ങളിലേക്ക് എത്തിക്കാൻ വേണ്ടിയാണ്. എങ്ങനെ ഇവിടെ ഇറങ്ങും നമുക്കറിയില്ല. അതിലും ഭയങ്കര കുത്തനുള്ള സ്ഥലമാണ്, കുത്തം വിട്ടാൽ നിലത്ത്. ഓ എൻ്റെ പൊന്നോ, ഇതാണ് സ്ഥലട്ടാ. ഇത് ഭയങ്കര സ്ഥലമാണല്ലോ. എന്താ ഇതിൻ്റെ ഒരു വലിപ്പം. അവസാനം അത് തേടി കണ്ടുപിടിച്ചിട്ട് നമ്മൾ വീഡിയോയിൽ കാണുമ്പോൾ നിങ്ങൾക്ക് ഇത് ചെറുതായിട്ടൊക്കെയാണ് തോന്നുന്നത്. ഇതിൻ്റെ ഒരു വലിപ്പം ഭയങ്കരമാണ് കേട്ടോ. ഓക്കെ, അതൊക്കെ ഉണ്ട്. ഞാൻ ഭയങ്കരമായിട്ട് എന്താ പറയുക വലിപ്പമുണ്ട്. എന്തൊരു ഭംഗിയാണ് ഇത് കാണാനറിയാം. ഇതൊരു വലിയൊരു പാറ ഇങ്ങനെ എന്താ പറയുക നാച്ചുറലായിട്ട് ഉണ്ടായതാണ്. അതിൻ്റെ സെൻട്രലായിട്ടൊരു വലിയ പാറ ഇങ്ങനെ പൊങ്ങി വന്ന് നിൽക്കുകയാണ്. ഈ വീഡിയോയിൽ കാണുമ്പോൾ ചിലപ്പോൾ അത് ചെറുതായിട്ടൊക്കെയാണ് തോന്നുന്നത്. പക്ഷേ ഈ പാറ ഇതിനുള്ളിലുള്ള ആ പാറ ഭയങ്കരമായിട്ട് വലിപ്പമുണ്ട്. നമുക്ക് ഇവിടെ നേരിട്ട് കാണുമ്പോൾ രണ്ട് സൈഡിൽ കൂടെയാണ് ഇതിൻ്റെ ഒരു വയ്യായിട്ട് വരുന്നത്. അതുകൊണ്ട് തന്നെ ഉള്ളിൽ ആരെങ്കിലുമൊക്കെ നിന്നാലും അവർ പെട്ടെന്ന് ഇങ്ങോട്ട് കാണൂല. അതാണ് അതിൻ്റെ ഒരു പ്രത്യേകത. ഏതായാലും നമ്മൾ ഈ ഗുഹേൻ്റെ ഉള്ളിലേക്ക് കയറാൻ പോവാണ്. ഇതിൻ്റെ രണ്ട് കവാടമാണ് ഇതിനുള്ളത്. ഒന്ന് ഇത് വലിയൊരു ഗുഹേൻ്റെ സെൻട്രലായിട്ട് വലിയൊരു പാറയുണ്ട്. ഇതാണ് കാണുന്നതാണ് ആ പാറ. ഈ പാറൻ്റെ രണ്ട് സൈഡിലൂടെ ഞെരങ്ങി വേണം ഉള്ളിലേക്ക് കടക്കാൻ. വളരെ നേർത്ത ഒരു വഴിയാണുള്ളത്. ഇവിടെയുണ്ട് അതേപോലെ ഈ സൈഡ് ഇവിടുന്ന് ഇവിടെ അതേപോലെ ഒരു തുടക്കമുണ്ട്. ഈ തുടക്കത്തിൽ നിന്ന് ഇതിലങ്ങനെ കയറി പോവാം. ഈ കാണുന്ന ഒരു വഴിയിലൂടെയും അങ്ങോട്ട് ശ്രദ്ധിച്ചു പോയാൽ പോവാം. ഇതിലൂടെ പോകുന്ന കുറച്ച് റിസ്ക്കാണ് സംഭവം.
പക്ഷെ നമുക്ക് ഇതിലൂടെ ഒന്ന് പോയി നോക്കാം. ഇവിടെ കുറച്ചും കൂടി ഒരു വീതി കാണും. പോയി നോക്കാം. ഒറ്റക്കാണ്, ഇവിടെ എന്തെങ്കിലും ഉണ്ടാവുമോ എന്നുള്ളത് അറിയില്ല. ഏതായാലും വലിയൊരു അത്ഭുതം തന്നെയാണ് സംഭവം. എൻ്റെ പൊന്നോ, ഒറ്റയ്ക്ക് നോക്കി ഓ, ഇതിനുള്ളിലൊക്കെ കയറി വന്നാൽ ഭയങ്കര തണുപ്പാട്ടോ. ഇതിനുള്ളിൽ ആരൊക്കെ കുഴിച്ച് നോക്കിയിരുന്നു കേട്ടോ. എന്തെങ്കിലും നിധികളോ മറ്റതോ വല്ല സാധനങ്ങളുണ്ടോ എന്ന് അറിയാൻ വേണ്ടിയിട്ട് പിൻകാലത്ത് ആരോ കുഴിച്ച് നോക്കിയതാണ് സംഭവം. ഇത് അതിവിശാലമായ AC ഷോറൂം എന്നൊക്കെ പറഞ്ഞ പോലെ ഇത് ഭയങ്കര അതിവിശാലമാണ്. ഇതിനുള്ളിൽ ഇവിടെയൊക്കെ കുഴിച്ച് നോക്കിയിരുന്നു. ആരൊക്കെ വല്ല മെറ്റൽ ഡിറ്റക്ടറോ ഒക്കെ ഉപയോഗിച്ച് ആരെങ്കിലും എന്തെങ്കിലും നിധി ഉണ്ടോ എന്ന് തേടിയതാവും. അവിടെ ഒരു ഹോൾസാണ്. വവ്വാലൊക്കെ ഉണ്ടെന്ന് അല്ല, പാമ്പ് വല്ലതും ഉണ്ടാവുന്നപ്പോൾ പേടി. ഇവിടെയൊക്കെ കുഴിച്ച് നോക്കി കേട്ടോ. ഒക്കെ വലിയ മട കിട്ടുന്നത്. എന്തോ സ്ട്രക്ചറാണ്. ഒരു പ്രത്യേക ഭംഗി ഇതിൻ്റെ ഭിത്തി കാണാൻ. ഇതിന് മുകളിലേക്ക് വലിയൊരു വലിയൊരു പള്ളിൻ്റെയൊക്കെ മിനാരം മോഡൽ. ഉള്ളിലേക്ക് വലിയ മേലേക്ക് വലിയൊരു തുരങ്കം. അപ്പുറത്തിൻ്റെ കാര്യം പട്ടിയ പമ്പ പൂച്ച. ഇവിടെയൊക്കെ തുരന്നുണ്ടാക്കി കേട്ടോ. പിന്നെ ആരെങ്കിലും ഒന്നും തലൊക്കെ തട്ടി. ഇവിടെയൊക്കെ ആരൊക്കെ കുഴിച്ച് നോക്കിയിരുന്നു. ഇത് ഏതൊക്കെ ഭാഗത്തൊക്കെ ഇത് പോകുന്നുണ്ടെന്ന് നോക്കാൻ വേണ്ടിയിട്ട് കുഴിച്ച് നോക്കിയതാണ് തോന്നുന്നു. മണ്ണുകളൊക്കെ കണ്ടമാനുണ്ട്. അതിൽ ഇവിടെ ഒരു കുഴി കാണുന്നുണ്ട്. എനിക്ക് ഇറങ്ങി വെക്കാം. ഓ, ഇതിൽ പാമ്പുണ്ടാവുന്നു. അങ്ങോട്ട് വലിയ മഴ സെറ്റപ്പ്. അങ്ങോട്ടൊക്കെ വലിയ മടണ്ട്. മണ്ണ് വന്ന് തോർന്നു പോയതാണ്. കുറച്ചുകൂടെയൊക്കെ വേറെ വൈക്കൊക്കെ ഇതിൻ്റെ ഒരു സഞ്ചാരപാത പഴയ കാലത്തുണ്ടായിരിക്കാം. പക്ഷെ അതൊക്കെ മണ്ണ് വന്ന് അടിഞ്ഞു പോയതാണ്. അവിടേക്ക് എന്തൊക്കെ കയറി പോകുന്നുണ്ട്. വേറെ എന്തൊക്കെ ജീവികൾ നടന്ന വഴിമാരിയൊക്കെ തോന്നുന്നുണ്ട്. ഇതിലും കൂടി പോകുമ്പോൾ വേറെ എങ്ങോട്ടെങ്കിലും ഏതായാലും വലിയൊരു അത്ഭുതം തന്നെയാണ്. ഓ, അതിൻ്റെ കവാടം കണ്ടു. ഭയങ്കര ഇതൊക്കെ ഒരു വൃത്തികെട്ട മണുണ്ട്. ഈ വവ്വാലിലൊക്കെ കാഷ്ടം വന്നിട്ട്. ഈ ഒരു ഗുഹയുടെ ചരിത്രം എന്ന് പറഞ്ഞാൽ പഴയകാലത്ത് ബ്രിട്ടീഷുകാരുടെ കാലത്ത് നമ്മളെ പൂക്കോട്ടൂർ യുദ്ധമൊക്കെ ഉണ്ടായില്ലേ, ആ ഒരു കാലഘട്ടത്തിൽ ബ്രിട്ടീഷുകാരുടെ ഇടയിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് ഇവിടെ പൂക്കോട്ടൂർ ഉള്ള പടയാളികൾ അന്ന് പൂക്കോട്ട് യുദ്ധം നടന്നില്ലേ പഴയ ബ്രിട്ടീഷുകാരുടെ കാലത്ത്, അങ്ങനത്തെ ആ ഒരു യുദ്ധകാലത്ത് ഇവിടെ ഒളിച്ചു താമസിച്ചിരുന്നെന്നും ടിപ്പുവിൻ്റെ കാലത്തുള്ളതാണെന്നും എന്നൊക്കെ പറയുന്നുണ്ട്. ഏതായാലും ഗുഹ ഒരു അത്ഭുതം തന്നെയാണ്. നാച്ചുറലായിട്ട് ഉണ്ടായ സംഭവമാണ് കേട്ടോ ഇത്. ആരും ഉണ്ടാക്കിയതല്ല. ഇതിനുള്ളിൽ നിങ്ങൾ വന്ന് നോക്കിയാൽ ഇതിൻ്റെ ഒരു ഭീകരത മനസ്സിലാവുള്ളൂ. എൻ്റെ പൊന്നോ,
ഏതായാലും ഇതിൻ്റെ ഒരു പ്രത്യേകത എന്താ വെച്ചാൽ അക്കാലത്ത് യുദ്ധങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ ബ്രിട്ടീഷർ ഇങ്ങനെ ഒരു എന്തെങ്കിലും യുദ്ധത്തിനോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഒരു ഇതിന് വരുമ്പോൾ ഇവിടെ പെട്ടെന്ന് നമുക്ക് കാണൂല. അവിടെ മുമ്പ് തന്നെ വലിയൊരു പാറ രൂപപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത് പെട്ടെന്ന് ഇതിനുള്ളിൽ ആളുണ്ട് എന്നുള്ളത് അറിയപ്പെടാൻ കഴിയില്ല. അങ്ങനെയാണ് പണ്ടൊക്കെ അധികം ഈ ഒളിപ്പോരുകളാണല്ലോ ഉണ്ടായിട്ട്. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ ബ്രിട്ടീഷർക്ക് നമ്മളെ തോൽപ്പിക്കാൻ കഴിയാതൊക്കെ വന്നത്. അത്തരം ആ ആവശ്യങ്ങൾക്കൊക്കെ ഉപയോഗിച്ച് പോന്നിരുന്നു പണ്ട് കാലത്ത് എന്നാണ് പറയുന്നത്. ഈ ഗുഹയുടെ ഒരു ചരിത്രമൊക്കെ അവിടെ പ്രാദേശികമായുള്ളത് പറഞ്ഞു കേൾക്കുന്നു. ഏതായാലും ഇതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽ അറിയണമെങ്കിൽ പ്രാദേശികമായി ആരെങ്കിലും കിട്ടുമെന്ന് നമുക്ക് നോക്കാം. ഇവിടെ ഒരു മലഞ്ചേരിയല്ല, അത് എത്തിപ്പെടാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ് കേട്ടോ ഇവിടെ അങ്ങോട്ട് എത്തിപ്പെടാൻ. കാരണം താഴെ ഒരു റോഡുണ്ട്, ആ റോഡിൽ നിന്ന് അങ്ങോട്ടൊരു മലമുകളിലേക്ക് കയറി വരുന്നത്. ഞാൻ ഇവിടെ ഒരുപാട് കറങ്ങി സംഭവം, ഒരുപാട് കറങ്ങി വെച്ചാൽ ഒരുപാട് കറങ്ങി. ഇതൊരു ഏക്കർ കണക്കിന് നിരന്ന് കിടക്കുന്ന സ്ഥലമാണ്. ഇവിടെ നമ്മൾ എത്തിപ്പെടാൻ വേണ്ടി ഒരുപാട് വഴി. പിന്നെ ഗൂഗിൾ മാപ്പിൽ എക്സാക്റ്റ് ലൊക്കേഷൻ നോക്കി ഇങ്ങനെ നടന്ന് ആണ് നമ്മളിവിടെ എത്തിപ്പെട്ടത്. ഏതായാലും വേറെ പറഞ്ഞ എപ്പോൾ തിരിച്ചു പോകാൻ നിൽക്കുന്നു കാണാഞ്ഞിട്ട്. ഏതായാലും സംഭവം ഇത് വന്നത് ഏതായാലും മുതലായി. നമ്മൾ കാണാതെ പോയെങ്കിൽ ഭയങ്കര നഷ്ടമായി. താഴെ പോയിട്ട് ആരെങ്കിലും അറിയുന്നവരെ കൂട്ടി വരാമെന്നാണ് ഞാൻ കരുതിയിരുന്നത്. പക്ഷേ പിന്നീട് എനിക്ക് വേറൊരു ബുദ്ധി തോന്നി. അങ്ങനെയാണ് ഇവിടെ എത്തിപ്പെട്ടത്. ഇതാണ് മറ്റൊരു വഴി എന്ന് പറഞ്ഞില്ലേ. ഈ വഴിയിലൂടെ ഇങ്ങനെ പോയൊക്കെ വല്ല പാമ്പുണ്ടാവോ, ആളുകൾ നടന്നൊരു വഴിയൊക്കെ കാണുന്നുണ്ട്. ഏതായാലും ഭയങ്കരമായ ദുർഘടം പിടിച്ച വഴിയാണ്. ഏതായാലും വേറെ വഴി, രണ്ട് വഴി കൂടി ഇങ്ങോട്ട് കയറി വരാം. ഈ കുഴികളൊക്കെ ഒരു പക്ഷെ ആരെങ്കിലും നല്ല മെറ്റൽ ഡിറ്റക്ടറൊക്കെ വെച്ച് എന്തെങ്കിലും സംഭവങ്ങൾ ഇവിടെ ഉണ്ടോ എന്ന് നോക്കിയതാവാൻ ചാൻസ് ഉണ്ട്. അതോടൊപ്പം നല്ല ഭംഗിയുള്ളൊരു സ്ഥലമാണ്, വന്ന് കാണണം. പക്ഷെ ഇവിടെ വെള്ളടി നായാട്ടൊക്കെ നടക്കുന്നുണ്ട് സംഭവം, അത് മനസ്സിലാവണ്ടേ. സാമൂഹ്യ വിരുദ്ധരുടെ അയിഞ്ഞാട്ടം ഇവിടെ സകൃതിയായി നടക്കുന്നു എന്നതിന് ഒരുപാട് തെളിവുകൾ ഇവിടെ നമുക്കിവിടെ കാണാൻ പറ്റി. നമുക്ക് വെളിച്ചം കമ്മിയാണ്, എത്രത്തോളം നിങ്ങൾക്കിത് ഉള്ളിൽ കാണാൻ പറ്റുന്ന അറിയില്ല. ഏതായാലും ഞാൻ ടോർച്ചൊക്കെ എടുത്തിട്ടാണ് വന്നത്. ഉള്ളിൽ പുറത്തെത്തി. ഇതാണ് കേട്ടോ സ്ഥലം. നമ്മുടെ റബ്ബർ തോട്ടാണ് അവിടെ. പിന്നെ ഒരു ദൂരത്തു നിന്നൊരു വ്യൂ ഞാൻ കാണിച്ചു തരാം. ഇവിടെ കാരൊക്കെ വന്നിരിക്കലും കാര്യങ്ങളൊക്കെ ഉണ്ട് സംഭവം. ഫുഡ് കഴിക്കുന്നതിൻ്റെ ലക്ഷണങ്ങൾ ഇവിടെ ഉണ്ട്, ഭക്ഷണമൊക്കെ ഉണ്ടാക്കി കഴിക്കുന്ന ലക്ഷണങ്ങളൊക്കെ ഇവിടെ കാണുന്നുണ്ട്.
ഈ തോട്ടത്തിൽ പണിക്ക് വരുന്ന ആളുകളാണോ അതോ വേറെ വല്ല ആളുകളാണോ അറിയില്ല. ഏതായാലും വലിയൊരു ഓപ്പണിംഗ് ആണ് കേട്ടോ ഇതിൻ്റെ ഈ ഒരു ഗുഹയുടെ മുഖം. ഈ ഫസ്റ്റ് കയറുന്ന ഭാഗം വലിയ ഓപ്പണിംഗ് ആണ്. കുറച്ച് അധികമുണ്ട്. രണ്ട് സൈഡിലും ഭയങ്കരമായിട്ട് നിൽക്കുകയാണ് ഇങ്ങനെ. ഇത് നമ്മൾ ഈ യഥാർത്ഥ ഒരു ഗുഹ എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഒരു ലക്ഷണം ഉണ്ടാവില്ല നമുക്ക്. ഈ ചിത്രങ്ങളൊക്കെ വരച്ച് കാണുന്ന പോലെ എന്ന പോലെ നമുക്ക് തോന്നുന്നുണ്ട് ഒറ്റടിക്ക് കാണുമ്പോൾ. ഏതായാലും നല്ല ഭംഗിയുള്ള സ്ഥലമാണ് സംഭവം. ഒരിക്കലെങ്കിലും നിങ്ങളിവിടെ വരണം എന്നാണ് എൻ്റെ. പക്ഷെ ഇത് കണ്ടുപിടിക്കാൻ കുറച്ച് പ്രയാസമാണ്. ഇനി അതിൻ്റെ എക്സാക്റ്റ് ലൊക്കേഷൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. ഹായ് സുഹൃത്തുക്കളെ, അപ്പോൾ ഇത്രയൊക്കെയാണ് അച്ചാടൻ കേവിൻ്റെ വിശേഷങ്ങൾ. അപ്പോൾ നമ്മൾ ഇവിടുന്ന് പോവുകയാണ്. വീഡിയോ ഇഷ്ടമായാൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റായി രേഖപ്പെടുത്തുക. ഇത്രയൊക്കെയുള്ള ഗുഹയുടെ വിശേഷങ്ങൾ പുതിയൊരു വീഡിയോ ആയി വരുന്നവരെ എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. ബായ്. You are watching Malabar Safari.